മനുഷ്യൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയും വീട് വെച്ചു കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തനിതുപരമായി ചെയ്തിരുന്ന സകല പാപവും മാറി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപമോചന്റെ വീണ്ടെടുപ്പും അത് കർത്താവ് യേശുക്രിസ്തുവിൽ മാത്രമേയുള്ളൂ. അവന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. സത്യം അറിയുകയും സത്യം സുഗന്ധിതമാക്കുമെന്ന് തിരുവെടുത്ത് പറയുമ്പോൾ എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ഒരിക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയില്ല എന്ന് യേശു തന്റെ വാമൊഴിയിൽ പറയുവാനിടവന്ന്. ഇന്ന് നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, നല്ലദാനം നടത്തി കഴിഞ്ഞാൽ പിതാവിന്റെ അടുക്കൽ നേരിട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഞാൻ വാതിലാകുന്നെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിത്യമായ ഒരു